കാര്യം നമ്മൾ ഈ പ്രത്യേകിച്ചും ഇതിന്റെ ടുവേർഡ്സ് എൻഡ് വരുമ്പോൾ അവർ എഴുതിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അച്ഛനും അമ്മയും എന്നെയും അച്ഛനും അമ്മയും വിളിച്ചിട്ടാണോ ഞാൻ താഴത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൊരു സീനുണ്ടല്ലോ. ആ സീനായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ സിനിമയുടെ അവസാനം കണ്ണു നിറഞ്ഞിറങ്ങാനുള്ള ഒരു കാരണം. അതിന്റെ ഹാങ് ഓവർ ശരിക്കും നമുക്ക് വീട്ടിലെത്തിയപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ഷൗട്ട് ചെയ്യാറുണ്ട്, വേണമെങ്കിൽ ഒരു ചെറിയ തട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ആ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും ഒക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലുണ്ട്. നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഭൂമിയിലേക്ക് വന്നതെന്നും ഇവര് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പം എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി, ജപ്പുവിന്റെ കുസൃതികൾ കയറി, മാവിന്റെ മറ്റേ ഇഡ്ലിമാവ് പൊട്ടിച്ച് അടുക്കളയിൽ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജപ്പുവിന്റെ കുസൃതിയും ജപ്പുവിന്റെ വീട്ടിലെ അവസ്ഥയും ജപ്പുവിന്റെ വീട്ടുകാര് ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ എല്ലാ വീടുകളിലും സംസാരമായി തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പേരന്റ് ആയതുകൊണ്ടും എനിക്ക് കുട്ടികളും ഉള്ളത് കൊണ്ടാണ്. അല്ല ഇതിപ്പോ ഞാൻ ഹണീബി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്റെ അടുത്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത് മനസ്സിലാവുക ഇല്ലായിരുന്നു. എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതും ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത്. ജപ്പുവിനോടുള്ള ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലുമുള്ള എന്റെ കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തത്. അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികൾ അതും ഹൈയോ ആയിട്ടുള്ള എന്റെ ഒരു റിലേഷൻ തന്നെയാണ്. ഇപ്പൊ ജപ്പുവിന് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇവൻ ഒർഹാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നതുകൊണ്ട് മാത്രം വ്യത്യസ്തമായ കുറെ സീക്വൻസസ് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒർഹാൻ വന്നതുകൊണ്ട് പറ്റി. കാര്യം ഇവന് ഉള്ള കുറെ ടാലൻസ് ഉണ്ട്. അപ്പൊ അത് പല സമയത്തും ഇപ്പം ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവൻ ആ സോഫയിൽ കൂടെ കുത്തിമറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകെ ചാടുന്നതും ആ ട്രോളിയിൽ സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് തോന്നുന്നു വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതൊക്കെ വരും. ഇത് നമുക്ക് ഒർഹാൻ ആയതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നിയതും. പിന്നെ 38 ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത്. 38+ എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത്. കാര്യം ഉറപ്പായിട്ടും ഒരു 8 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂ ഔട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത്. പക്ഷെ 35 ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയത് ഈ മിടുക്കൻ കാരണമാണ്. അപ്പൊ ഇതൊക്കെയാണ് സർക്കിട്ടിനെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, നമുക്കറിയാം തിയേറ്റേഴ്സിൽ സിനിമ കാണാൻ ആളുകൾ വരണമെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തണം. അപ്പം അതിന് നിങ്ങളാണ് സഹായിക്കേണ്ടത്. ഇപ്പൊ TV തുറന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ, ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയുള്ള കമന്ററിയാണ് കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെല്ലാവരും കുറച്ച് പാനിക്കാണ്. ജീവിതത്തിനെ പറ്റി, ഇനി മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ആൾക്കാർ ഒന്ന് പേടിയോട് കൂടിയുള്ള ഒരു കൺസേൺ എല്ലാവരുടെയും മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് സിനിമ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. തിയേറ്റേഴ്സിൽ നല്ല സിനിമകൾ ഓടുന്നുണ്ട്. ഈ സീസണിൽ ഇറങ്ങിയ എല്ലാ സിനിമകളെ കുറിച്ചും മികച്ച അഭിപ്രായങ്ങളുണ്ട്. ഇനി വരേണ്ടത് പ്രേക്ഷകരാണ്. കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും പ്രേക്ഷകരാണ്. അപ്പൊ നിങ്ങളെല്ലാവരെയും ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. വരിക, കാണുക,